വാർത്തകൾ വിശദമായി. കൃഷിയാണ് ജീവിതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അടിസ്ഥാനം. ആ സങ്കല്പം ഏറ്റെടുത്ത നാടാണ് കുട്ടനാടെന്ന് മുൻ മന്ത്രി ജി സുധാകരൻ. കുട്ടനാട് NSS കരയോഗ യൂണിയൻ സംഘടിപ്പിച്ച നിറവ് 2023 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. മനുഷ്യ സംസ്കാരം തന്നെ ആരംഭിച്ചത് കൃഷി ഉണ്ടായത് മുതലാണ്. അതുകൊണ്ട് സംസ്കാരത്തിൻ്റെ മാതാവ് കൃഷിയാണ് എന്ന പ്രപഞ്ച സങ്കല്പം വീക്ഷണം ഏറ്റെടുത്ത നാടായിരുന്നു കുട്ടനാട്. അതിപ്പോഴും കൈമോശം വന്നിട്ടില്ലെങ്കിലും ലോകത്തിൻ്റെ മുന്നിൽ ഒരു അത്ഭുത നാടാണ്. പിന്നെ സർവോപരി കൃഷിക്കാരായിരുന്നു എല്ലാവരും. നായർ സമുദായങ്ങൾ മുഴുവൻ കൃഷിക്കാരായി. ആ കാർഷിക സംസ്കാരം ഉൾക്കൊണ്ടവരായി. അതുകൊണ്ട് എണ്ണത്തിൻ്റെ വലിപ്പത്തെക്കാൾ ഉപരി ഉള്ളടക്കത്തിൻ്റെ ഔന്നത്യം കൊണ്ട് കുട്ടനാട് താലൂക്കിലെ നായർ വിഭാഗവും അവരുടെ സംഘടനയായിട്ടുള്ള NSS ഉയർന്നു നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം കൃഷിയാണ്. അതുകൊണ്ട് തന്നെ സംസ്കാരത്തിൻ്റെ മാതാവ് കൃഷിയാണെന്നാണ് പ്രപഞ്ച സങ്കല്പം. ആ സങ്കല്പം ഏറ്റെടുത്ത കുട്ടനാട്ടിൽ കാർഷിക മേഖല കുറഞ്ഞു വരുന്നു. ഇത് കുട്ടനാടിൻ്റെ വളർച്ചയുടെ നിഷേധാത്മകമായ മറ്റൊരു മുഖമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചമ്പക്കുളം പടിപ്പുരയ്ക്കൽ ശ്രീ ദുർഗ NSS ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ NSS കുട്ടനാട് യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ KP നാരായണപിള്ള അധ്യക്ഷത വഹിച്ചു. HR കോർഡിനേറ്റർ ഡോക്ടർ K ഗോപകുമാർ മുഖ്യപ്രഭാഷണവും എൻഡോവ്മെന്റ് വിതരണവും നടത്തി. NSS വിദ്യാഭ്യാസ ധനസഹായ വിതരണം ഡോക്ടർ KP നാരായണപിള്ള നിർവഹിച്ചു. ചടങ്ങിൽ അഡ്വക്കേറ്റ് G രാജേഷ്, പ്രസന്ന മോഹൻ, TG അനിൽകുമാർ, P രാധാകൃഷ്ണൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. തിരസ്കരിക്കപ്പെടുന്ന സമൂഹത്തിൽ ലോകത്തിന് മുഴുവനും വെളിച്ചമാകുവാൻ ഓരോ ക്രൈസ്തവനും കഴിയണമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം. കുട്ടനാട് ഫെറോ എക്യുമെനിക്കൽ ഫോറം സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷവും ന്യൂനപക്ഷ അവകാശ സംഘവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർ ജോസഫ് പെരുന്തോട്ടം. ഇങ്ങനെയൊരു സംഗമത്തിന് തീർച്ചയായിട്ടും വളരെയേറെ പ്രസക്തിയുണ്ട്. ലോകത്തിലേക്ക് വന്ന ദൈവപുത്രനായ ഈശോ മിശിഹ എല്ലാവരെയും ഒരുമിപ്പിക്കുവാൻ വന്നയാണ്. പരസ്പരം ഒന്നിപ്പിക്കുക, പരസ്പരമുള്ള ബന്ധം വളർത്തിയെടുക്കുക, സാഹോദര്യം, ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ സാഹോദര്യം പടുത്തുയർത്തുക. അങ്ങനെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും സന്ദേശം ആണ് ക്രിസ്മസ് നമുക്ക് നൽകുന്നത്. ക്രൈസ്തവർ ചെയ്യുന്ന നന്മകൾ പലപ്പോഴും സമൂഹത്തിൽ ഉയർത്തിക്കാട്ടുവാൻ മാധ്യമങ്ങളും അധികാരികളും തയ്യാറാകാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നന്മയിലൂടെ സമൂഹത്തിന് വെളിച്ചമാകാനും സേവനമനസ്കരായ ആളുകളായി തീരുവാനും ക്രൈസ്തവന് കഴിയണം എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഫാദർ ബൈജു ആച്ചിറത്തലയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. ജസ്റ്റിസ് JB കോശി മുഖ്യ സന്ദേശം നൽകി. അവകാശങ്ങളെല്ലാം മാറ്റി മറിയുന്നു എന്ന് പറഞ്ഞ് അതിന് ലീഡർഷിപ്പ് കൊടുത്തത് സേവാവകാശമാണ്. കുട്ടനാട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് വളരെയേറെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചത് ചങ്ങനാശ്ശേരി അതിരൂപതയും അതുപോലെ തന്നെ ഇവിടുത്തെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഭാരവാഹികളുമാണ്. ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ അംഗസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് തന്നിട്ടുള്ള അവകാശങ്ങൾ പല രീതിയിൽ നിഷേധിക്കപ്പെടുകയാണ്. ന്യൂനപക്ഷ അവകാശ പ്രമേയം ജോസി ഡൊമിനിക് അവതരിപ്പിച്ചു. ചടങ്ങിൽ ജിനോ ജോസഫ്, സാബു തോട്ടുങ്കൽ, ഷിബു ലൂക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു. വൈകുന്നേരം നടന്ന ക്രിസ്മസ് ആഘോഷ റാലി ഫാദർ ജോസ് പാരിപ്പള്ളി, ഫാദർ മോനായി K ഫിലിപ്പ് എന്നിവർ ചേർന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തു. മന്ത്രിസ്ഥാനം നേടുക എന്ന സ്വപ്നം മാത്രമാണ് കുട്ടനാട് MLA തോമസ് K തോമസിനുള്ളതെന്നും കുട്ടനാടിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിന് താൽപ്പര്യമില്ലെന്നും DCC ജനറൽ സെക്രട്ടറി K ഗോപകുമാർ. വെളിയനാട് പഞ്ചായത്തിൽ മാസങ്ങളായി രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുകയാണ്. കേരള വാട്ടർ അതോറിറ്റിയുടെ നിരുത്തരവാദപരമായ നിലപാടുകൾ മൂലം ജനങ്ങൾ കുടിവെള്ളം വിലയ്ക്ക് വാങ്ങിയാണ് ഉപയോഗിക്കുന്നത്. കുട്ടനാട്ടിൽ വിതരണം ചെയ്യുവാൻ ആരംഭിച്ച കുട്ടനാട് ശുദ്ധജല പദ്ധതിയുടെ വെള്ളം സമീപ മണ്ഡലങ്ങൾ ചോർത്തിക്കൊണ്ടുപോയിട്ടും കുട്ടനാട് MLAയും കഴിവുകെട്ട ത്രിതല പഞ്ചായത്ത് ഭരണ നേതൃത്വവും ചെറുവില അനക്കുവാൻ പോലും തയ്യാറാകാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് ശക്തമായ സമരങ്ങൾ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വെളിയനാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കിടങ്ങറ വാട്ടർ അതോറിറ്റി ഓഫീസ് പടിക്കൽ നടന്ന ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടിവെള്ളത്തിന് യാതൊരു മാർഗവുമില്ല. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞത് പമ്പ് കേടായി 3 മാസം പിന്നിട്ടു എന്നാണ്. സ്വാഭാവികമായും പമ്പ് നന്നാക്കുവാൻ വേണ്ടി ഈ 3 മാസമായിട്ടും കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ തികഞ്ഞ അനാസ്ഥയുടെയും കെടുകാര്യസ്ഥതയുടെയും ചിത്രമാണത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ 3 മാസത്തിനിടയിൽ കേരളത്തിൽ എത്രയോ സംഭവവികാസങ്ങൾ നടന്നു. എത്രയോ സംഭവവികാസങ്ങൾ നടന്നു. വേനൽക്കാലത്തെ സൂര്യൻ, മീനമാസത്തിലെ സൂര്യൻ എന്ന് പറഞ്ഞൊരു സിനിമ തന്നെയുണ്ട്. ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത മീനമാസത്തിലെ സൂര്യൻ. അതുകൊണ്ട് പ്രതീകാത്മകമായി അർത്ഥമാക്കുന്നത് വേനൽക്കാലത്ത് കത്തിജ്വലിച്ചു നിൽക്കുന്ന ആ സൂര്യനെയാണ്.
എന്ന് പറഞ്ഞതുപോലെ ഈ വേനൽക്കാലമായപ്പോൾ കുട്ടനാട്ടുകാർ മുഴുവൻ കുടിവെള്ളത്തിന് വേണ്ടി, കുടിനീരിന് വേണ്ടി ദാഹിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെ പോലെ പിണറായി വിജയൻ അങ്ങനെ വാണരുളുകയാണ്. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ ഇവിടെ മോട്ടോർ കേടായിട്ട് 3 മാസമായെന്ന് പറഞ്ഞല്ലോ. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും ഒന്നടങ്കം കേരളത്തിലുടനീളം ബസ്സിൽ യാത്ര ചെയ്യും. സമരത്തിന് മണ്ഡലം പ്രസിഡന്റ് ജി സൂരജ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി വി രാജീവ് മുഖ്യപ്രഭാഷണം നടത്തി. DCC അംഗങ്ങളായ NC ബാബു, TD അലക്സാണ്ടർ, അപ്പച്ചൻ മുട്ടത്ത്, പ്രസന്നൻ കൊല്ലായിൽ, AK സോമനാഥൻ, സന്തോഷ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. വെളിയനാട് പഞ്ചായത്ത് കുന്നങ്കരി 6ാം വാർഡിൽ കെ സ്റ്റോറിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MB പ്രിയ ടി നിർവഹിച്ചു. നമ്മുടെ നാട്ടിൽ കെ സ്റ്റോർ പോലുള്ള സ്ഥാപനങ്ങൾ വളരെ ഉയർന്നു വരേണ്ടത് സാധാരണക്കാരൻ്റെ ആവശ്യമാണ്. കേരളത്തിൻ്റെ സ്വന്തം സ്ഥാപനം എന്ന് തന്നെ പറയാം. മാവേലി സ്റ്റോർ ആയാലും സപ്ലൈകോ ആയാലും റേഷൻ കടയായാലും സാധാരണക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ആശ്രയിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥാപനങ്ങളാണ്. നമുക്കറിയാം, നമ്മുടെ വെള്ളപ്പൊക്ക കാലത്തോ കോവിഡ് കാലത്തൊക്കെ സാധാരണക്കാരൻ്റെ വിശപ്പകറ്റിയ, അതായത് ഒരു കാരണവശാലും ഒരു വീട് പോലും ദാരിദ്ര്യമില്ലാതെ മുൻപോട്ട് പോയത് റേഷൻ കടയുടെയൊക്കെ സേവനം നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ കെ സ്റ്റോർ കുറച്ചും കൂടി നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ ഇവിടെ കസ്റ്റമർ കെയർ സെൻറ്റർ കൂടി തുടങ്ങാനുള്ള ഒരു ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാകും. ചടങ്ങിൽ വെളിയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ശ്രീകുമാർ, താലൂക്ക് സപ്ലൈ ഓഫീസർ GR ജയൻ, അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ G മണിക്കുട്ടൻ, സന്തോഷ്, ഗീതാദേവി, ശ്രീകല തുടങ്ങിയവർ സംസാരിച്ചു. ARD 234 നമ്പർ റേഷൻ കടയ്ക്ക് സമീപമാണ് കെ സ്റ്റോർ ആരംഭിച്ചത്. നാഷണൽ ഗ്രീൻ കോർപ്സ് പരിസ്ഥിതി ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കുന്ന ഗ്രീൻ പാർലമെന്റിലേക്ക് സംസ്ഥാന തലത്തിൽ നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയിച്ച കുമാരി അരുന്ധതി R നായർ ആരോഗ്യവകുപ്പ് മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ജനുവരിയിൽ നിയമസഭാ മന്ദിരത്തിൽ വെച്ച് നടക്കുന്ന ഗ്രീൻ പാർലമെന്റിൽ അരുന്ധതി ആലപ്പുഴ ജില്ലയെ പ്രതിനിധീകരിക്കും. ആലപ്പുഴ ജില്ലയിലെ വിവിധ പാരിസ്ഥിതിക പ്രശ്നങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളുമാണ് അരുന്ധതി മത്സരങ്ങളിൽ അവതരിപ്പിച്ചത്. അമ്പലപ്പുഴ ഇരട്ടക്കുളങ്ങര കൃഷ്ണവിഹാറിൽ രഞ്ജിത്തിൻ്റെയും ഡോക്ടർ രാഹിയുടെയും മകളായ കുമാരി അരുന്ധതി കളർകോട് ചിന്മയ വിദ്യാലയ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. 2021 കുട്ടികളുടെ പ്രധാനമന്ത്രിയായിരുന്നു ആലപ്പുഴ ജില്ലയുടെ. പിന്നെ 2022 ഉജ്ജ്വല ബാല്യ പുരസ്കാരം എന്ന് പറഞ്ഞൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ വർഷം 2023 നാഷണൽ ഗ്രീൻ കോർപ്സ് നടത്തുന്ന ഗ്രീൻ പാർലമെൻറ്റ് എന്ന പ്രോഗ്രാമിൽ ആദ്യം കുറേ മത്സരങ്ങളിൽ നിന്ന് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം കൂടുതൽ മത്സരങ്ങളിൽ പങ്കെടുത്ത് ഇപ്പോൾ ഹെൽത്ത് മിനിസ്റ്ററായി എടുക്കപ്പെട്ടു. 2021 ആലപ്പുഴ ജില്ലയിലെ കുട്ടികളുടെ പ്രധാനമന്ത്രിയും 2022 ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവുമാണ് അരുന്ധതി. പച്ച ലൂർദ് മാതാ സ്കൂളിലെ വിദ്യാർത്ഥികൾ എടത്വ ഗ്രാമപഞ്ചായത്തിന് പൂന്തോട്ടം നിർമ്മിച്ചു നൽകി. സ്നേഹാരമം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കുട്ടികൾ പൂന്തോട്ടം നിർമ്മിച്ചത്. നമുക്കറിയാം, എടത്വ ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ഭാഗം, നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗം, ഇതിൻ്റെ പഞ്ചായത്തിൻ്റെ പുറകുവശമാണ്. ഇവിടെ പുല്ലൊക്കെ കയറി ഇരുന്ന ഈ സംരംഭം നമ്മൾ കുട്ടികളുടെ അധ്വാന ഫലമായിട്ട് ഇത് വളരെ മനോഹരമായി പുല്ലെല്ലാം ചെത്തി വൃത്തിയാക്കി നമ്മൾ നല്ലൊരു സ്നേഹാരാമം എന്ന് പറയുന്ന NSSൻ്റെ പ്രോജക്റ്റ് ഇവിടെ ഒരു നല്ല പൂന്തോട്ടമാക്കി നല്ലൊരു ഗാർഡനാക്കി നമ്മളിപ്പോൾ പച്ച ലൂർദ് മാതാ ഹയർ സെക്കൻഡറി സ്കൂൾ എടത്വ ഗ്രാമപഞ്ചായത്തിന് കൈമാറുക. ഈ പൂന്തോട്ടം ഇത് അതിൻ്റേതായ ഭംഗിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുവാൻ ഗ്രാമപഞ്ചായത്തിന് സാധിക്കുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. കാരണം 50 കുട്ടികളും അധ്യാപകരും പഞ്ചായത്തും ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരക്ഷീണ പരിശ്രമമാണ് ഈ പൂന്തോട്ടം ഇവിടെ നിർമ്മിക്കപ്പെട്ടത്. നമുക്കറിയാം, നമ്മുടെ പ്രോജക്റ്റിലെ കൂടുതൽ സമയവും നമ്മൾ ചെലവഴിച്ചതിന് വേണ്ടിയാണെങ്കിൽ നാളെ എടത്വ സ്കൂളിലേക്കും എടത്വ പള്ളിയിലേക്കും തീർത്ഥാടന കേന്ദ്രത്തിലേക്കൊക്കെ വരുന്ന ആളുകൾ അവർ വളരെ മനോഹാരിതയോടുകൂടി നിൽക്കുന്ന ഒരു പൂന്തോട്ടം കാണുവാൻ സാധിക്കണമെന്നുള്ള ഒരു പദ്ധതി പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മളിതിനെ അപ്രോച്ച് ചെയ്തത്.
എടത്വ ഗ്രാമപഞ്ചായത്തിന്റെ പിൻഭാഗത്താണ് പൂന്തോട്ടം നിർമ്മിച്ചത്. പച്ച ലൂർദ്മാത HSS സ്കൂളിലെ NSS വിദ്യാർത്ഥികളുടെ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് സ്നേഹാരംഭം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മനോഹരമായ പൂന്തോട്ടം നിർമ്മിച്ചത്. 50 കുട്ടികൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ 4 ദിവസം അധ്വാനിക്കുകയും സ്കൂൾ കണ്ടെത്തിയ തുക ഉപയോഗിച്ച് 50 ചെടിച്ചട്ടികൾ ധാരാളം ചെടികളും വാങ്ങി പൂന്തോട്ടം നിർമ്മിച്ചത്. സ്കൂൾ പ്രിൻസിപ്പൽ തോമസ് കുട്ടി മാത്യു ചീരമ്പേലിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിൻ മാത്യുവിന് നൽകി പൂന്തോട്ടം ഗ്രാമപഞ്ചായത്തിന് കൈമാറി. പ്രോഗ്രാം ഓഫീസർ ഷിജോ സേവ്യർ, അധ്യാപകരായ ജിജോ കുര്യാക്കോസ്, റൂബിൻ തോമസ്, NSS ലീഡർ അതുല്യ മേരി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ പുരോഗമനപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഫ്യൂച്ചർ എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ആദരവ് നൽകി. അമ്പലപ്പുഴ കോറൽ ഹൈറ്റ്സിൽ നടന്ന സമ്മേളനം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ ശക്തമായ സാന്നിധ്യവുമായിരുന്നു ശ്രീ തട്ടാനോട് ശ്രീ ഹരികുമാർ സ്വീകരണം നൽകുന്നു എന്നാണ് സന്തോഷം. ഫ്യൂച്ചർ എന്ന സംഘടന സാമൂഹിക വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്ത് അമ്പലപ്പുഴയിൽ സുന്ദരമായ സേവനം ചെയ്തു തരികയാണ്. ഈ സംഘടനയുടെ നേതൃത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നിപ്പോൾ ചെയ്യുന്നത്. ശ്രീ ഹരികുമാർ പാവപ്പെട്ട സാധാരണക്കാരായ ആയിരക്കണക്കിന് മലയാളികൾക്ക് ജീവിതം കണ്ടെത്താൻ തൊഴിലവസരങ്ങൾ അവർ ദാനം ചെയ്തു. സാധാരണ നിലയിൽ പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് യുഎഇയിലും മറ്റ് നാടുകളിലും ഏറ്റവും പ്രമുഖ സ്ഥാപനമായി. കോവിഡ് കാലത്ത് തൻ്റെ ജീവനക്കാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പ്രത്യേകം ചാർട്ട് ചെയ്ത വിമാനങ്ങളിൽ നാട്ടിലെത്തിച്ച് മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ പ്രവാസി വ്യവസായി തട്ടാരുപറമ്പിൽ ഹരികുമാറിനെയാണ് ആദരിച്ചത്. ചടങ്ങിൽ ഫ്യൂച്ചർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് A. നിസാമുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. H. സലാം MLA ഹരികുമാർ തട്ടാരുപറമ്പിനെ ആദരിച്ചു. എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് കൂട്ടാൻ കഴിയുന്നൊരു ക്രാന്തദർശിത്വം നിശ്ചയമായും അദ്ദേഹത്തിനുണ്ട്. അതൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ സംഘാടന മികവിൽ അത് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ആശയപരമായി വിയോജിപ്പുള്ള മനുഷ്യർക്കും ആ വിയോജിപ്പ് പറഞ്ഞ് മാറി നിൽക്കാൻ തോന്നാത്ത, ചേർന്ന് നിൽക്കാൻ തോന്നുന്നൊരു രീതിയുണ്ട് അദ്ദേഹത്തിന്. അത് എനിക്ക് അനുഭവപ്പെട്ട പോലെ തന്നെ ഇവിടെ കേൾക്കുന്നതിൽ മിക്കവാറും എല്ലാവർക്കും അനുഭവപ്പെട്ടൊരു കാര്യമായിരിക്കും. മുൻ MLA V. ദിനകരൻ മുഖ്യപ്രഭാഷണം നടത്തി. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ബാലൻ, ഫ്യൂച്ചർ രക്ഷാധികാരി ഡോക്ടർ KG പത്മകുമാർ, ഫോക്കസ് ചെയർമാൻ C. രാധാകൃഷ്ണൻ, കൊട്ടാരം ഉണ്ണികൃഷ്ണൻ, S. രാജൻ, N. മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള ബോട്ട് റേസ് ലീഡേഴ്സ് ഫൗണ്ടേഷൻ്റെയും സെൻറ് ആൻ്റണീസ് സാധുജന സഹായ സംഘത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 5ാമത് വാർഷികവും ചാരിറ്റി ഫണ്ട് വിതരണവും നടന്നു. കുട്ടനാടിനെ ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കാര്യമാണ് ബോട്ട് റേസ്. ഞാനെപ്പോഴും CTയായിട്ട് സംസാരിക്കുമ്പോഴും അല്ല വള്ളംകളിയായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, നമ്മുടെ കുട്ടനാടിനെ ലോക ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ നമ്മുടെ ബോട്ട് റേസ് വലുതാക്കണം. അതിൽ നമ്മൾ എന്ത് പ്രയത്നിച്ചാലും എങ്ങനെ പ്രയത്നിച്ചാലും തീർച്ചയായിട്ടും നമ്മൾ കുട്ടനാട്ടുകാർക്ക് അഭിമാനിക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ചെറുപ്പകാലം മുതലുള്ള പ്രയത്നമാണ് നമ്മുടെ ഈ ബോട്ട് റേസ് ഇത്രയും ലോക ശ്രദ്ധ ആകർഷിക്കാൻ കാരണം. ഇന്ന് നമ്മുടെ ടൂറിസം ഡയറി അല്ലെ ടൂറിസം മാപ്പിൽ നമ്മുടെ കുട്ടനാടിൻ്റെ ബോട്ട് റേസിന് പ്രത്യേക ആകർഷണമുണ്ട്. അതിനകത്ത് യാതൊരു സംശയം നമുക്ക് വേണ്ട. ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു നാടാണ് നമ്മുടെ കുട്ടനാട്. ഇത് അപ്പർ കുട്ടനാടായാലും ലോവർ കുട്ടനാടായാലും രണ്ടുപേരും ഒന്നിച്ച് മത്സരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കായിക ഇനം വേറെ ലോകത്തുണ്ടാവില്ല. അവർ കാണിക്കുന്ന യൂണിറ്റി, അതായത് ഒരു ബോട്ടിൽ 100 പേര് 120 പേര് ഒരുമിച്ച് ജാതി മത ഭേദമന്യേ ഒരുമിച്ച് തുഴഞ്ഞ് മുന്നോട്ട് പോകുന്ന വേറൊരു മത്സരം നിങ്ങളൊന്ന് കാണിച്ചു. തലവടി ആനപ്രമ്പാൽ സ്നേഹഭവനിൽ നടന്ന വാർഷികാഘോഷം കുട്ടനാട് തഹസിൽദാർ S. അൻവർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ബിനു ഐസക് രാജു മുഖ്യപ്രഭാഷണവും ആദരിക്കലും നടത്തി. ചടങ്ങിൽ ഫാദർ ഫ്രാൻസിസ് വടക്കേറ്റം, തോമസ് കുട്ടി ചീരമ്പേലിൽ, സജി ജോസഫ്, KT മാത്യു, TP രാജു തുടങ്ങിയവർ സംസാരിച്ചു. എടത്വ സെയിൻറ് അലോഷ്യസ് കോളേജിൽ NCC 15 കേരള ബറ്റാലിയൻ തിരുവല്ലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കമ്പൈൻഡ് ആനുവൽ ട്രെയിനിംഗ് ക്യാമ്പ് ആരംഭിച്ചു. പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് ബറ്റാലിയൻ കമാൻഡർ കേണൽ ജേക്കബ് ഫ്രീമാൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ തലത്തിൽ 15 ലക്ഷത്തിലധികം അംഗങ്ങളുള്ള NCC ദേശസ്നേഹവും സാഹോദര്യവും മതേതരത്വ ബോധവുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ സഹായിക്കുന്നുവെന്ന് കേണൽ ചൂണ്ടിക്കാട്ടി. പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ സ്കൂൾ കോളേജുകളിൽ നിന്നായി 600 കേഡറ്റുകൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നു. ക്യാമ്പിൻ്റെ ഭാഗമായി ഡ്രിൽ,
മാപ്പ് റീഡിംഗ്, ഫയർ ഫൈറ്റിംഗ്, ഫയറിംഗ്, ദുരന്ത നിവാരണം എന്നിവയിൽ കേഡറ്റുകൾക്ക് പരിശീലനം നൽകുന്നുണ്ട്. NCCയിൽ അംഗമായിരിക്കെ യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം വഴി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിച്ച് നിലവിൽ വിവിധ തലങ്ങളിൽ മികച്ച രീതിയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ കൂട്ടായ്മയായ എക്സ്പോയുടെ നേതൃത്വത്തിൽ NCC കേഡറ്റുകൾക്കായി വ്യക്തിത്വ വികസന സെമിനാറും നേതൃത്വ പരിശീലന ക്യാമ്പും ക്യാമ്പിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ക്യാമ്പിൻ്റെ ഭാഗമായി വിവിധ കലാകായിക മത്സരങ്ങളും നടക്കുന്നു. ക്യാമ്പിന് 15 കേരള NCC ബറ്റാലിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ സുനിൽ S. പിള്ള, NCC ഓഫീസർമാരായ ലഫ്റ്റനന്റ് റെയ്സൻ സാം രാജു, ലഫ്റ്റനന്റ് ഡോക്ടർ ജൂബിൻ ആന്റണി, ഫസ്റ്റ് ഓഫീസർ സന്ദീപ് N. നായർ, സെക്കൻഡ് ഓഫീസർ രതീഷ് R. മോഹൻ, തേർഡ് ഓഫീസർ ഷെറിൻ മേരി തോമസ്, ദീപ M. നായർ തുടങ്ങിയവർ നേതൃത്വം നൽകും. ക്യാമ്പ് ജനുവരി 1 സമാപിക്കും. തലവടി CMS ഹൈസ്കൂളിൻ്റെ പ്രഥമ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഗുരുവന്ദനവും നടന്നു. 1841 സ്ഥാപിതമായ തലവടി കുന്തിരിക്കൽ CMS ഹൈസ്കൂൾ പ്രഥമ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഗുരുവന്ദനവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. CSI സഭ മുൻ മോഡറേറ്ററും സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയുമായ ബിഷപ്പ് തോമസ് K. ഉമ്മൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പഠിച്ച അധ്യാപക മക്കളാണ്. അവിടെ ഇരിക്കുന്ന പലരും പ്രായമുള്ളവരും. വളരെ സന്തോഷകരമാണ് ഈ മീറ്റിംഗ് പങ്കെടുപ്പാൻ ആരംഭിച്ചത്. സ്കൂൾ ലോക്കൽ മാനേജരും പൂർവ്വ വിദ്യാർത്ഥിയുമായ റവറൻ മാത്യു ജിലോ നൈനാൻ അധ്യക്ഷത വഹിച്ചു. 100ന്റെ നിറവിലെത്തിയ ഗുരുശ്രേഷ്ഠനും 27 വർഷം അധ്യാപകനുമായിരുന്ന തലവടി പുളിമൂട്ടിൽ PC ജോർജിന് ശിഷ്യഗണങ്ങൾ ചേർന്ന് ഗുരുവന്ദനം നടത്തി. പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ ജോൺസൺ V. ഇടിക്കുള ഗുരുവന്ദന ചടങ്ങിന് നേതൃത്വം നൽകി. ബിഷപ്പ് തോമസ് K. ഉമ്മൻ ഗുരുശ്രേഷ്ഠൻ PC ജോർജിനെ പൊന്നാട അടിയിച്ച് ആദരിച്ചു. ഹെഡ്മാസ്റ്റർ റെജിൽ സാം മാത്യു, ജേക്കബ് ചെറിയാൻ, ഡേവിഡ് ജോൺ എന്നിവർ സംസാരിച്ചു. പഴയ ക്ലാസ് മുറിയുടെ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് നടത്തിയ സംഗമത്തിൽ വിദ്യാർത്ഥികൾ സ്മരണ പങ്കുവച്ചത് വേറിട്ട അനുഭവം കൂടിയായി. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. ശുഭാനന്ദ ഗുരുദേവന്റെ കുട്ടമ്പേരൂർ ജന്മഭൂമിയിലെ തീർത്ഥാടനവും 12 വെള്ളിയാഴ്ച വ്രതവും സമാപിച്ചു. ആത്മബോധോദയ സംഘം സ്ഥാപകൻ ശുഭാനന്ദ ഗുരുദേവന്റെ കുട്ടമ്പേരൂർ ജന്മഭൂമിയായ ആദർശാശ്രമത്തിൽ തീർത്ഥാടനവും 12 വെള്ളിയാഴ്ച വ്രതവും സമാപിച്ചു. ആശ്രമ ആചാര്യൻ മണിക്കുട്ടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇരുമുടിക്കെട്ടുകളുമായി വിവിധ ശാഖകളിൽ നിന്നും ഭക്തജനങ്ങൾ എത്തി. രാവിലെ 11 പ്രദക്ഷിണം നടന്നു. തീർത്ഥാടന സമ്മേളനം ആത്മബോധോദയ സംഘം ജനറൽ സെക്രട്ടറി അപ്പുക്കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രശാന്ത് ചിങ്ങവനം, ഷാലു കുട്ടമ്പേരൂർ, അനിൽ മാനില തുടങ്ങിയവർ ആത്മീയ പ്രഭാഷണം നടത്തി. തുടർന്ന് വൈകുന്നേരം ദീപാരാധന ദീപക്കാഴ്ചയോടുകൂടി തീർത്ഥാടനം സമാപിച്ചു. അമ്പലപ്പുഴ സെയിന്റ് മേരീസ് ദേവാലയത്തിലെ സുവർണ ജൂബിലി ഇടവക പ്രഖ്യാപനം ചങ്ങനാശ്ശേരി അതിരൂപത ബിഷപ്പ് മാർ തോമസ് തറയിൽ നിർവഹിച്ചു. നമ്മുടെ സഭയ്ക്ക് വളർച്ചയുണ്ടായത് മുഴുവൻ നമ്മുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും അവരുടെ ജീവിതം സമർപ്പിക്കാൻ തയ്യാറായിരുന്നു. നമ്മുടെ അൽമായ സഹോദരങ്ങൾ അവരുടെ അധ്വാന ഫലം സമർപ്പിക്കാൻ തയ്യാറായിരുന്നു. നമ്മൾ ഈ പള്ളിയിൽ വന്ന് അങ്ങോട്ട് കൊടുക്കുന്നേ ഉള്ളൂ, ഇങ്ങോട്ട് നമ്മൾ ആത്മീയ നന്മകളാണ് സ്വീകരിക്കുന്നത്. വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ ഒന്നാണ് ഈ ഇടവക സമൂഹം. നമ്മൾ എപ്പോഴും വൈദികരുടെയും സന്യസ്തരുടെയും ജീവിത സമർപ്പണത്തെയും നമ്മുടെ പങ്കുവെക്കാനുള്ള മനസ്സിനെയും ഇതിനെ രണ്ടിനെയും വളർത്തിക്കൊണ്ട് വരുമ്പോഴാണ് ഇടവക സമൂഹങ്ങൾക്കെല്ലാം വളർച്ചയുണ്ട്. ഇടവകയിൽ സേവനം അനുഷ്ഠിച്ച മുൻ വൈദികരെയും വിദ്യാഭ്യാസ കായിക മേഖലകളിൽ മികച്ച വിജയം വരിച്ചവരെയും 50 വർഷം പൂർത്തിയാക്കിയ ദമ്പതികളെയും മുതിർന്ന പൗരന്മാരെയും അദ്ദേഹം ഫലകം നൽകി ആദരിച്ചു. ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ അധ്യക്ഷനായി. ഫാദർ ആന്റണി തേവാരി, സിസ്റ്റർ ഫ്ലവറീറ്റ് തുണ്ടിയിൽ, സെബാസ്റ്റ്യൻ സൗരിമാക്കൽ, സുനോജ് കുമരങ്കരിപ്പറമ്പ്, MC ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടിയും സ്നേഹവിരുന്നും നടന്നു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5830 രൂപ, പവന് 46,640 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.